ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒബ്സ്ട്രിക്സിൽ നിന്നുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ടെർമിനോളജീസ് ആണ്. ഇതില് ചില ടെർമിനോളജീസ് ഒക്കെ ഞാൻ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാല് നമ്മള് എന്താ പറയുന്നത് സൈക്യാട്രിക് ടെർമിനോളജീസ് ചെയ്ത പോലെ ഒരു ഓർഡറിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒബ്സ്ട്രിക് ടെർമിനോളജീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കണോടെ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അതുകൂടെ എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ ലൈക്ക് DHS, DHA, ഹാദ്, പ്രോമെട്രിക് പോലുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസ്, റാഷണൽ ഉൾപ്പെടെ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസ് കിട്ടുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കാണുന്ന ജോയിൻ ബട്ടൺ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. നമുക്കാദ്യം പ്രഗ്നൻസിയുടെ ആദ്യത്തെ ട്രൈമസ്റ്റർ എന്ന് വെച്ചാൽ ആദ്യത്തെ 12 ആഴ്ച പെൽവിക് ചേഞ്ചസുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ടെർമിനോളജീസ് നോക്കാം. സയൻസ് ആയിട്ടും പറയും, അല്ലെങ്കിൽ ഇത് എന്താ പറയുന്നത് മിക്ക എക്സാംസിലും ചോദിക്കാറില്ല, ഏതെങ്കിലും ഒരു സൈൻ കിട്ടാൻ സാധ്യത ഉള്ളതാണ്. പ്രത്യേകിച്ച് എയിംസിലും DHSലും ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. അപ്പൊ നമുക്കതൊക്കെ നോക്കാം. ആദ്യത്തേത് ജാക്കുമീർ സൈൻ അല്ലെങ്കിൽ ചാഡ്വിക് സൈൻ എന്ന് പറയും. 8ാമത്തെ ആഴ്ചയാണ് ഇത് കാണുന്നത്. ഓസിയാൻഡർ സൈൻ 8th വീക്കില്, ഗുഡൽ സൈൻ 6th വീക്ക്, പിസ്കാസെക് സൈൻ 8th വീക്ക്, ഹെഗാർ സൈൻ 6 to 10 വീക്സ്, പാമർ സൈൻ 4 to 8 വീക്സ്. അപ്പൊ ആദ്യത്തെ നോക്കാം ജാക്കുമീർ സൈൻ അല്ലെങ്കിൽ ചാഡ്വിക് സൈൻ. ചാഡ്വിക് സൈൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ബ്ലൂയിഷ് ഡിസ്കളറേഷൻ ഓഫ് ദി വജൈന സെർവിക്സ് എന്നൊക്കെ പറയാം. പ്രത്യേകിച്ച് ആന്റീരിയർ വജൈനൽ വാളിന്റെ ബ്ലൂയിഷ് ഡിസ്കളറേഷൻ ആണ്. ഇത് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇത് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് മെയിനായിട്ട് നമുക്കറിയാം പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ് ആണ്. മെയിനായിട്ട് 2 ഹോർമോൺസ് ആണ് പ്രഗ്നൻസിയിൽ പ്രീഡോമിനേറ്റ് ചെയ്യുന്നത്. ഒന്ന് ഈസ്ട്രോജനും 2 പ്രൊജസ്ട്രോണും. അപ്പൊ ഇതിന്റെയൊക്കെ ഫലമായിട്ടുണ്ടാകുന്ന എന്താ പറയുന്നത് കൺജഷൻ ആണ്, വാസ്കുലാർ കൺജഷൻ, ലോക്കൽ വാസ്കുലാർ കൺജഷൻ എന്ന് പറയാം. എന്ന് വെച്ചാൽ ബ്ലഡ് കെട്ടിക്കിടക്കും. മെയിനായിട്ട് വെയിൻ ഒക്കെ എൻഗോർഡ് ആയിട്ട് ഈസ്ട്രോജന്റെ ഒക്കെ എഫക്റ്റ് കൊണ്ട് വെയിൻ ഒക്കെ എൻഗോർഡ് ആയിട്ട് ബ്ലഡ് കെട്ടിക്കിടക്കും. എവിടെ? മെയിനായിട്ട് വജൈനൽ വാളിലൊക്കെ. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ ബ്ലഡ് കെട്ടിക്കിടന്നിട്ട് വാസ്കുലാരിറ്റി കൂടും, ബ്ലഡ് എന്താ പറയുന്നത് വാസ്കുലാർ കൺജഷൻ ഉണ്ടായിട്ട് അങ്ങനെ ഉണ്ടാകുന്ന ഡിസ്കളറേഷൻ ആണ്, പ്രത്യേകിച്ച് ഉണ്ടാകുന്ന ബ്ലൂയിഷ് ഡിസ്കളറേഷൻ ആണെന്ന് പറയുന്നത് ജാക്കുമീർ സൈൻ അല്ലെങ്കിൽ ചാഡ്വിക് സൈൻ എന്ന് പറയുന്നത്. അപ്പൊ ഓർത്തിരിക്കുക, ബ്ലൂയിഷ് ഡിസ്കളറേഷൻ അതിനാണെന്ന് പറയുന്നത് ജാക്കുമീർ സൈൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചാഡ്വിക് സൈൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെന്ന് പറഞ്ഞാല് ഓസിയാൻഡർ സൈൻ 8ാമത്തെ ആഴ്ചയാണ് കാണുന്നത്, അല്ലെങ്കിൽ നമുക്ക് എലിസിറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു ഡെഫിനിഷൻ എന്താന്ന് പറഞ്ഞാല് പൾസ്, ഇൻക്രീസ്ഡ് പൾസേഷൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാറ്ററൽ ഫോർണിസസിൽ, വജൈനയുടെ ലാറ്ററൽ ഫോർണിസസ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഫോർണിസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വജൈനൽ വാള് സെർവിക്സുമായിട്ട് ജോയിൻ ചെയ്യുന്നിടത്തുണ്ടാകുന്ന കോർണറുകളാണ്. അതിനാണ് നമ്മൾ എന്താ പറയുന്നത് ഫോർണിസസ് എന്ന് പറയുന്നത്. ലാറ്ററൽ ഫോർണിസസ് ഉണ്ട്, ആന്റീരിയർ ഫോർണിക്സ് ഉണ്ട്, പോസ്റ്റീരിയർ ഫോർണിക്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഫോർണിസസ് ഈ കോർണറിൽ പാൽപേറ്റ് ചെയ്യുന്ന സമയത്ത് പൾസ് കൂടുതലായിട്ട് ഫീൽ ചെയ്യും, ഇൻക്രീസ്ഡ് പൾസേഷൻ ഉണ്ടാവും. അതിനാണ് എന്താ പറയുന്നത് ഓസിയാൻഡർ സൈൻ എന്ന് പറയുന്നത്. ഇതിന്റെ ലോജിക്ക് നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാൻ സാധിക്കും. എന്ന് വെച്ചാല് ഒന്നാമത് ബ്ലഡ് സപ്ലൈ കൂടുതലാണ്, 2 മെറ്റേണൽ പൾസ് റേറ്റ് കൂടും, അല്ലെ, ഹാർട്ട് റേറ്റ് കൂടും. ഇതിന്റെ റിഫ്ലക്ഷൻ സ്വാഭാവികമായിട്ട് പൾസ് കൂടുതലായിട്ട് എവിടെ കിട്ടും? ലാറ്ററൽ ഫോർണിക്സസിൽ കിട്ടും, വജൈനയുടെ ലാറ്ററൽ ഫോർണിക്സസിൽ കിട്ടും. അപ്പൊ കാര്യം മനസ്സിലാക്കുക, ഇൻക്രീസ്ഡ് പൾസേഷൻ ഇൻ ദി ലാറ്ററൽ ഫോർണിക്സസ്, അതിനാണ് എന്ത് പറയുന്നത് ഓസിയാൻഡർ സൈൻ എന്ന് പറയുന്നത്. മാറിപ്പോകരുത്, ഇതിലേത് ഞാൻ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരെണ്ണം ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. അടുത്തെന്ന് പറഞ്ഞാല് ഗുഡൽ സൈൻ. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഗുഡൽ സൈൻ എന്ന് പറയുന്നത്. ഗുഡൽ സൈൻ എന്ന് പറഞ്ഞാൽ സോഫ്റ്റനിങ് ഓഫ് ദി സെർവിക്സ് എന്ന് പറയാം. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ഹോർമോണുകളുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. എസ്പെഷ്യലി നമുക്കറിയാം ഈസ്ട്രോജനുമായിട്ട് ബന്ധപ്പെട്ട് ഹൈപ്പർട്രോഫിയും ഹൈപ്പർപ്ലാസിയും ഉണ്ടാവും. സെർവിക്സിന്റെ സ്ട്രോമയില് അതിന്റെ കണക്റ്റീവ് ടിഷ്യൂല് ഇലാസ്റ്റിക് ഫൈബേഴ്സ് ഉണ്ട്. ഈ ഇലാസ്റ്റിക് ഫൈബേഴ്സിന്റെ ഇടയിൽ ഫ്ലൂയിഡിന്റെ അക്യുമുലേഷൻ കൂടും. അതൊരു കാരണം, സോഫ്റ്റ് ആണെന്നുള്ള ഒരു കാരണം. രണ്ടാമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയ കാര്യം തന്നെയാണ് വാസ്കുലാരിറ്റി. ബ്ലഡ് സപ്ലൈ കണ്ടമാനം കൂടും, എസ്പെഷ്യലി ഈ പെൽവിക് ഏരിയയിൽ സെർവിക്സിന്റെ ഭാഗത്തോട്ടൊക്കെ അതിന്റെ കണക്റ്റീവ് ടിഷ്യൂലോട്ടുള്ള ബ്ലഡ് സപ്ലൈ കൂടും. ബ്ലഡ് സപ്ലൈ കൂടുമ്പോൾ അതിന്റെ ഫലമായിട്ടും സോഫ്റ്റ് ആകുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഏകദേശം എന്താ പറയുന്നത് സെർവിക്സിന്റെ ഏകദേശം 50% കണ്ടന്റ്സ് ഉള്ള ഗ്ലാൻഡുകളായിരിക്കും. ഈ ഗ്ലാൻഡുകളുടെ
ഈ ഗ്ലാൻഡുകൾ അങ്ങനെ പറയാൻ സാധിക്കും, ഗ്ലാൻഡുകൾക്ക് ഹൈപ്പർട്രോഫിയും ഹൈപ്പർപ്ലാസിയും ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ഹൈപ്പർട്രോഫിയും ഹൈപ്പർപ്ലാസിയും ഉണ്ടാകുന്നതിന്റെ ഫലമായിട്ട് ഗ്ലാൻഡുകൾ എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി മ്യൂക്കസ് സെക്രീറ്റിംഗ് ഗ്ലാൻഡ്സ് ആണ്. അപ്പോൾ മ്യൂക്കസ് സെക്രീഷൻ ഒക്കെ കൂടും. ഞാൻ പറഞ്ഞ പോലെ വാസ്കുലാരിറ്റി കൂടും, ബ്ലഡ് സപ്ലൈ കൂടും, ഗ്ലാൻഡ്സിന്റെ എണ്ണം കൂടുന്നുണ്ട്, മ്യൂക്കസ് സെക്രീഷൻ കൂടുന്നു. പിന്നെ ഇലാസ്റ്റിക് ഫൈബേഴ്സിനിടയ്ക്ക് ഫൈബേഴ്സിന്റെ പ്രത്യേകിച്ച് കണക്റ്റീവ് ടിഷ്യൂവിന്റെ ഇലാസ്റ്റിക് ഫൈബേഴ്സിന്റെ ഒക്കെ ഹൈപ്പർട്രോഫിയും ഹൈപ്പർപ്ലാസിയും ഉണ്ടാകുന്നുണ്ട്. അതിനിടയിലേക്ക് ഫ്ലൂയിഡും അക്യുമുലേറ്റ് ആവുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇതിന്റെ എല്ലാം റിസൾട്ട് ആയിക്കൊണ്ട് എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ സെർവിക്സ് സോഫ്റ്റ് ആവും. ആ സോഫ്റ്റനിങ്ങിന് പറയുന്ന പേരാണ് ഗുഡൽ സൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുണ്ടാകുന്നത് സാധാരണയായിട്ട് 6ാമത്തെ ആഴ്ചയാണ്. ഈ വീക്സും ഒന്ന് നോക്കിക്കോണം, ഇതും ചോദിക്കാം, ക്വസ്റ്റ്യനിൽ കിട്ടാം. പിസ്കാസെക് സൈൻ. പിസ്കാസെക് സൈൻ സാധാരണയായിട്ട് 8th വീക്കിലാണ് എലിസിറ്റ് ചെയ്യാൻ പറ്റുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ കൺസിസ്റ്റൻസിയിലുള്ള വ്യത്യാസമാണ്. ഇങ്ങനെ പറയാൻ സാധിക്കും, എസിമെട്രി, യൂട്രസിന്റെ എന്താ പറയുന്നത് സൈസ് എന്ന് പറയാൻ സാധിക്കുന്നത് അതിന്റെ കൺസിസ്റ്റൻസിയിൽ ഉണ്ടാകുന്ന എസിമെട്രി, ഷേപ്പും സൈസും എല്ലാം വരും അതിനകത്ത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ 2-3 പോയിന്റും ഉണ്ട്. ഇത് യൂട്രസുമായിട്ട് ബന്ധപ്പെട്ട യൂട്രസിന്റെ സൈസും ഷേപ്പും കൺസിസ്റ്റൻസി ആയിട്ട് ബന്ധപ്പെട്ട് അതിന്റെ സൈസ് നമുക്ക് പറയാൻ സാധിക്കും ഏകദേശം ഒരു എന്താ പറയുന്നത് 6ാമത്തെ ആഴ്ച 6th വീക്കിൽ ഏകദേശം ഒരു കോഴിമുട്ടയുടെ അത്രയും സൈസ് ഉണ്ടാവും യൂട്രസിന്. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് 8ാമത്തെ ആഴ്ച ആകുമ്പോഴത്തേക്ക് ഒരു ക്രിക്കറ്റ് ബോളിന്റെ സൈസിലോട്ട് എത്തും. അതിനുശേഷം ഒരു 12ാമത്തെ ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് എന്താ പറയുന്നത് ഒരു ഫീറ്റൽ ഹെഡിന്റെ അത്രയും സൈസ് ഉണ്ടാവും യൂട്രസിന് എന്ന് പറയുന്നത്. പിന്നെ ഷേപ്പ്, അതും ക്വസ്റ്റ്യനിൽ കിട്ടാം. ഷേപ്പ് നോൺ പ്രഗ്നന്റ് സ്റ്റേറ്റിൽ, പ്രഗ്നൻസി അല്ലാത്ത സമയത്ത് യൂട്രസിന്റെ ഷേപ്പ് പറയുന്നത് ഏകദേശം പൈറിഫോം ഷേപ്പ് ആയിരിക്കും. ഓക്കെ, പൈറിഫോം ഷേപ്പ് ആയിരിക്കും. പ്രഗ്നൻസിയിൽ അതും കൃത്യമായിട്ട് പറഞ്ഞാൽ 12ാമത്തെ ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം ഗ്ലോബുലാർ ഷേപ്പ് ആവും. ഇതൊക്കെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന പോയിന്റ് എന്താണ് പിസ്കാസെക് സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാധാരണയായിട്ട് അല്ലെങ്കിൽ ലാറ്ററൽ സൈഡിലാണ്, അത് ലാറ്ററൽ ഇംപ്ലാന്റേഷൻ ഉണ്ടാകുമ്പോഴാണ്. എന്ന് വെച്ചാൽ യൂട്രസിനകത്ത് ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം കുഞ്ഞെന്ന് പറയുന്ന ഫെർട്ടിലൈസേഷന് ശേഷം സൈഗോട്ട് അല്ലെ, ഫെർട്ടിലൈസ്ഡ് ഓവം, അത് മൈറ്റോസിസിലൂടെ 2 ആവും, 4 ആവും, 8 ആവും, 16 ആവും. അന്നേരം നമ്മൾ അതിനെ മൊറൂള എന്ന് പറയും. മൊറൂള കുറച്ച് കഴിഞ്ഞതിന് ശേഷം ബ്ലാസ്റ്റോസിസ്റ്റ് ആവും. എണ്ണം കൂടുമ്പോൾ 64 സെൽ സ്റ്റേജ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് അതിനുശേഷമാണ് ഈ ഒരു കൂട്ടം സെല്ലുകൾ മാത്രമാണ്. അതിൽ നിന്നാണ് അത് എന്താ പറയുന്നത് 2 ഭാഗമായിട്ട് തിരിയുമ്പോൾ പുറത്തുള്ളത് ട്രോഫോബ്ലാസ്റ്റും നടുക്കുള്ളത് എന്താ പറയുന്നത് ഇന്നർ സെൽമാസ്, അതിൽ നിന്ന് എംബ്രിയോയും ഈ പുറത്ത് കാണുന്ന ട്രോഫോബ്ലാസ്റ്റിൽ നിന്ന് സിൻസൈറ്റോട്രോഫോബ്ലാസ്റ്റും സൈറ്റോട്രോഫോബ്ലാസ്റ്റും ഉണ്ട്. അത് വെച്ചിട്ട് അതിൽ നിന്നുമാണ് പ്ലാസന്റയും ഫീറ്റൽ മെംബ്രെയിൻസും അമ്നിയോണും കൊറിയോണും ഒക്കെ ഉണ്ടാകുന്നത്. നമുക്കത് വേറൊരു വീഡിയോയിൽ പഠിക്കാം അതിന്റെ ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബ്ലാസ്റ്റോസിസ്റ്റ് ഫോമില് ഇത് ഇംപ്ലാന്റ് ആവും അല്ലെ. എന്നുവെച്ചാല് യൂട്രസിനകത്തോട്ട് അത് ഇംപ്ലാന്റ് ചെയ്യപ്പെടുമ്പോൾ ലാറ്ററൽ സൈഡിലാണ് അല്ലെ, യൂട്രസിന്റെ ലാറ്ററൽ വാളിലാണ് ഇത് ഇംപ്ലാന്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ യൂട്രസിന്റെ വളർച്ച അത് മുന്നോട്ട് വളരുന്ന സമയത്ത് തുടക്കത്തില് എസിമെട്രി ഉണ്ടാവും, സൈസിൽ ഡിഫറൻസ് ഉണ്ടാവും. ഇത് നമുക്ക് എന്താ പറയുന്നത് ഈ എസിമെട്രി എന്ന് വെച്ചാൽ 2 സൈഡിൽ ഉണ്ടാകുന്ന വ്യത്യാസം, സൈസിൽ ഉണ്ടാകുന്ന വ്യത്യാസം, ഒരു സൈഡ് കുറച്ച് കട്ടി കൂടുതലായിരിക്കും, ഒരു സൈഡ് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും. ഈ സൈസിൽ ഉണ്ടാകുന്ന ഡിഫറൻസ്, ഈ എസിമെട്രിയെ പറയുന്ന പേരാണ് പിസ്കാസെക് സൈൻ എന്ന് പറയുന്നത്. മനസ്സിലാക്കുക, ലാറ്ററൽ സൈഡിൽ ഒരു സൈഡിലാണ് വരുന്നതെങ്കിൽ ഒരു സൈഡിൽ വളർച്ച കൂടുതലായിരിക്കും, ഒരു സൈഡിൽ വളർച്ച കുറവായിരിക്കും അല്ലെ. സ്വാഭാവികമായിട്ട് ഒരു സൈഡ് വീർത്തിരിക്കും, ഒരു സൈഡ് സൈസ് കുറഞ്ഞിട്ടിരിക്കും. ഈ സൈസ് വ്യത്യാസം, ഈ എസിമെട്രി, യൂട്രസിന്റെ എസിമെട്രിക്ക് പറയുന്ന പേരാണ് പിസ്കാസെക് സൈൻ എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കുക, കുഞ്ഞ് അല്ലെങ്കിൽ എന്താ പറയുന്നത് യൂട്രസ് മുന്നോട്ട് വളരുന്നതിനനുസരിച്ചിട്ട് അതങ്ങ് ക്ലിയർ ചെയ്യപ്പെടും, സിമെട്രിക്കൽ ആകുകയും ചെയ്യും, 2 സൈഡും ഒരുപോലത്തെ വളർച്ചയാകുകയും ചെയ്യും. പിന്നീട് കുഞ്ഞ് പ്രോപ്പറായിട്ട് വളരുന്നതിനനുസരിച്ചിട്ട് സൈസ് ഡിഫറൻസ് പരിഹരിക്കപ്പെടുകയും ചെയ്യും, ഒരുപോലെ ആകുകയും ചെയ്യും. പിന്നെ തുടക്കത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏകദേശം ഒരു 8ാമത്തെ ആഴ്ചയൊക്കെ ഉണ്ടാകുന്ന എസിമെട്രിയെ പറയുന്ന പേരാണ് എന്താ പറയുന്നത് പിസ്കാസെക് സൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അതും ഒരു കാര്യം അറിഞ്ഞിരിക്കുക, ലാറ്ററൽ ഇംപ്ലാന്റേഷൻ നടക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു സൈൻ ഉണ്ടാകുന്നത്. അടുത്തത് ഹെഗാർ സൈൻ. ഇതും ക്വസ്റ്റ്യനിൽ ആവർത്തിക്കാറുള്ളതാണ്. 6th to 10th വീക്ക് ഇതിന്റെ ഇടയ്ക്കാണ് ഹെഗാർ സൈൻ ഉണ്ടാകുന്നത്. ഇങ്ങനെ പറയാൻ സാധിക്കും സിമ്പിൾ ടെർമിനോളജി ആയിട്ട് അല്ലെങ്കിൽ ഇതിന്റെ ഡെഫിനിഷൻ ആയിട്ട് കംപ്രസിബിലിറ്റി ആൻഡ് സോഫ്റ്റനിങ് ഓഫ് ദി ലോവർ യൂട്രൈൻ സെഗ്മെന്റ്. അതിനാണെന്ന് പറയുന്നത് ഹെഗാർ സൈൻ എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു ലോജിക്ക് എന്താന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, മുകൾ ഭാഗം എന്ന് വെച്ചാൽ യൂട്രസിന്റെ ബോഡി മുകൾ ഭാഗം നല്ല വളർച്ച ഉണ്ടാവും. ഓക്കെ, എൻലാർജ്മെന്റ് ഉണ്ടാവും, എൻലാർജ്മെന്റ് ഓഫ് ദി അപ്പർ പാർട്ട് ഓഫ് ദി ബോഡി ഓഫ് ദി യൂട്രസ്.
താഴ്ഭാഗമോ ലോവർ യൂട്രൈൻ സെഗ്മെന്റിന് അത്രയ്ക്ക് അങ്ങോട്ട് വളർച്ച ഉണ്ടാകത്തുമില്ല. സാധാരണയല്ല, കമ്പാരിറ്റീവ്ലി. കാരണം മുകൾ ഭാഗത്താണ് കണ്ടന്റ് കിടക്കുന്നത് അല്ലെ, കുഞ്ഞിന്റെ മീൻസ് ഫീറ്റൽ ഡെവലപ്മെന്റ് നടക്കുന്നത് മുകൾ ഭാഗത്താണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മുകൾ ഭാഗത്ത് നല്ല വളർച്ചയും ലോവർ യൂട്രൈൻ സെഗ്മെന്റ് കമ്പാരിറ്റീവ്ലി സോഫ്റ്റും ആയിരിക്കും, എം ടി ആയിരിക്കും. ഇത് നമുക്ക് ബൈമാനുവൽ എക്സാമിനേഷൻ ചെയ്തിട്ട് പ്രൂവ് ചെയ്യാൻ സാധിക്കും. ബൈമാനുവൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ 2 ഫിംഗേഴ്സ് ആന്റീരിയർ ഫോർണിക്സിലൂടെയും പിന്നെ 2 ഫിംഗേഴ്സ് എന്താ പറയുന്നത് അബ്ഡോമിനും മുകളിലും വെച്ചിട്ട് ഇത് രണ്ടൂടെ ഫിംഗേഴ്സ് തമ്മിൽ അപ്പോസ് ചെയ്യാൻ ശ്രമിക്കുക, എന്ന് വെച്ചാൽ കൂട്ടിമുട്ടിക്കാൻ ശ്രമിക്കുക. കൂട്ടിമുട്ടുന്നുണ്ടെങ്കിൽ ലോവർ യൂട്രൈൻ സെഗ്മെന്റ് എം ഡി ആയതുകൊണ്ടല്ലേ, സോഫ്റ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ മുട്ടിക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അങ്ങനെ മുട്ടുന്നുണ്ടെങ്കിൽ, അങ്ങനെ അപ്പോസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ലോവർ യൂട്രൈൻ സെഗ്മെന്റ് എം ഡി ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട എന്താണ്, അപ്പർ യൂട്രൈൻ സെഗ്മെന്റിൽ അല്ലെങ്കിൽ അപ്പർ ബോഡി ഓഫ് ദി യൂട്രസിൽ നല്ല വളർച്ച, എൻലാർജ്ഡ് യൂട്രസ് ആണ് അല്ലെ, വളർച്ച കൊണ്ട് മുകൾ ഭാഗത്ത് വളർച്ചയുണ്ട്, താഴ്ഭാഗത്ത് കമ്പാരിറ്റീവ്ലി എം ഡി ആയിരിക്കും. ഈ എം ഡിനെസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ ബൈമാനുവൽ എക്സാമിനേഷൻ ചെയ്യുക. 2 ഫിംഗേഴ്സ് ആന്റീരിയർ ഫോർണിക്സ് വഴിയും 2 ഫിംഗേഴ്സ് എന്താ പറയുന്നത് അബ്ഡോമൻ വഴിയും അപ്പോസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ രണ്ടും കൂടെ കൂട്ടിമുട്ടുന്നുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ അടുത്തെത്തിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അപ്പോസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ലോവർ യൂട്രൈൻ സെഗ്മെന്റ് കംപ്രസിബിൾ ആണ്, സോഫ്റ്റ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ലോവർ യൂട്രൈൻ സെഗ്മെന്റ് കംപ്രസിബിളും സോഫ്റ്റും ആകുന്നതിനാണ് എന്ത് പറയുന്നത്, ഹെഗാർ സൈൻ എന്ന് പറയുന്നത്. ആവർത്തിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് പാമർ സൈൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇതുപോലെ തന്നെ നമ്മളിത് എലിസിറ്റ് ചെയ്യുന്നത് ബൈമാനുവൽ എക്സാമിനേഷൻ ചെയ്തിട്ടാണ്. ബൈമാനുവൽ എക്സാമിനേഷൻ ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാര്യം ഞാൻ ഇടയ്ക്ക് പറയാൻ പറ്റുപോയി. ബൈമാനുവൽ എക്സാമിനേഷൻ ചെയ്യുന്നത് റിസ്ക് ആണ്. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഇത് ഒഴിവാക്കാറാണ് ചെയ്യുന്നത്. ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ബെസ്റ്റ്. കാരണം പക്ഷെ നമ്മൾ സൈൻ പറയുമ്പോൾ എന്തായാലും ഇങ്ങനെ പറയേണ്ടി വരും. ചെയ്യുന്ന രീതി എലിസിറ്റ് ചെയ്യാൻ ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് അബോർഷന്റെ റിസ്ക് കൂട്ടും. അതുകൊണ്ട് ഇത് സാധാരണഗതിയിൽ ചെയ്യാറില്ല. പിന്നെ പറഞ്ഞുകൊണ്ട് വന്ന കാര്യം പാമർ സൈൻ ആണ്. പാമർ സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യൂട്രസിന്റെ എന്താ പറയുന്നത് കൺട്രാക്ഷൻ, റിതമിക് ആയിട്ടുള്ള റെഗുലർ കൺട്രാക്ഷൻ ബൈമാനുവൽ എക്സാമിനേഷനിലൂടെ എലിസിറ്റ് ചെയ്യുന്നതിനാണ് എന്ന് പറയുന്നത് പാമർ സൈൻ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് റിതമിക് റെഗുലർ യൂട്രൈൻ കൺട്രാക്ഷൻസ് നമുക്ക് എലിസിറ്റ് ചെയ്യാൻ സാധിക്കും ബൈമാനുവൽ എക്സാമിനേഷനിലൂടെ. അതിനാണ് എന്ന് പറയുന്നത് പാമർ സൈൻ എന്ന് പറയുന്നത്. ഓക്കെ, കുറച്ച് ഇമ്പോർട്ടന്റ് ടെർമിനോളജീസ് കൂടെ നോക്കാം. ബ്രാക്സ്റ്റൺ ഹിക്സ് കൺട്രാക്ഷൻസ്, മോണ്ട്ഗോമറീസ് ട്യൂബർക്കിൾസ്, ക്ലോആസ്മ ഗ്രാവിഡാരം, ലീനിയ നൈഗ്ര, സ്ട്രയ ഗ്രാവിഡാരം, ക്യുക്കനിങ്, ലൈറ്റ്നിങ്. ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അറിയാം, ഇതിൽ ഏതെങ്കിലും ഒക്കെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ബ്രാക്സ്റ്റൺ ഹിക്സ് കൺട്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസിയിലുടനീളം, തുടക്കം തൊട്ട് അവസാനം വരെ പ്രഗ്നൻസിയിലുടനീളം പെയിൻലെസ് ആയിട്ടുള്ള ഇറഗുലർ ആയിട്ടുള്ള സ്പാസ്മോഡിക് കൺട്രാക്ഷൻസ് വിത്തൗട്ട് എനി ചേഞ്ചസ് ഇൻ ദി സെർവിക്സ്, അല്ലെങ്കിൽ സെർവിക്സിൽ ഡയലറ്റേഷനോ കാര്യങ്ങളോ എഫാസ്മെന്റോ ഒന്നും ഉണ്ടാക്കാതെ എന്താ പറയുന്നത് മൈൽഡ് പെയിൻലെസ് കൺട്രാക്ഷൻസ് പ്രഗ്നൻസിയിൽ നിൽക്കുന്നതിനാണ് എന്താ പറയുന്നത് ബ്രാക്സ്റ്റൺ ഹിക്സ് കൺട്രാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ എടുത്തു പറയേണ്ട പോയിന്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് പെയിൻലെസ് ആണ്, പിന്നെ ഇറഗുലർ ആണ്, ഇൻഫ്രീക്വന്റ് ആണ്, സ്പാസ്മോഡിക് കൺട്രാക്ഷൻസ് ആണ്, സെർവിക്സിൽ ഡയലറ്റേഷനോ എഫാസ്മെന്റോ ഒന്നും ഉണ്ടാക്കില്ല. അപ്പൊ അങ്ങനെയുള്ള കൺട്രാക്ഷൻസിന് പറയുന്ന പേരാണ് ബ്രാക്സ്റ്റൺ ഹിക്സ് കൺട്രാക്ഷൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പ്രഗ്നൻസിയിൽ കാണുന്ന കൺട്രാക്ഷൻസിന് പറയുന്ന പേരാണ് ബ്രാക്സ്റ്റൺ ഹിക്സ് കൺട്രാക്ഷൻസ് എന്ന് ചോദിക്കാറുള്ളതാണ്. അടുത്തത് മോണ്ട്ഗോമറീസ് ട്യൂബർക്കിൾസ് എന്ന് പറയുമ്പോൾ ഇത് മെയിൻ ആയിട്ട് നമ്മൾ ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഡ്യൂറിംഗ് പ്രഗ്നൻസിയിൽ ബ്രസ്റ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചിൽ വരുന്നതാണ്. അപ്പം ബ്രസ്റ്റിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുമ്പോൾ ബ്രസ്റ്റില് നിപ്പിളിന് ചുറ്റും ഏരിയോള എന്ന് പറയും. ഈ ഏരിയോളയിലുള്ള സെബേഷ്യസ് ഗ്ലാൻഡിന്റെ ഹൈപ്പർട്രോഫീനാണ് എന്ന് പറയുന്നത് മോണ്ട്ഗോമറീസ് ട്യൂബർക്കിൾസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, സെബേഷ്യസ് ഗ്ലാൻഡ് അതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സെബം സെക്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്, ഓയിലി സെബം സെക്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഫലമായിട്ട് നമുക്കുള്ള എന്താ പറയുന്നത് ബെനിഫിറ്റ് എന്താന്ന് പറഞ്ഞാല് നിപ്പിള് അല്ലെങ്കിൽ ഏരിയോള ഭാഗത്തൊക്കെ മോയ്സ്ചർ മെയിൻറ്റെയിൻ ചെയ്യുകയും ഓയിലി അപ്പിയറൻസ് മെയിൻറ്റെയിൻ ചെയ്യുക, അതിലൂടെ ക്രാക്സ് ഒക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സഹായിക്കും. അപ്പൊ മനസ്സിലാക്കുക, ഇത്രയേ ഉള്ളൂ. സെബേഷ്യസ് ഗ്ലാൻഡിന്റെ ഹൈപ്പർട്രോഫിയാണ്, ഏരിയോളയിലുള്ള സെബേഷ്യസ് ഗ്ലാൻഡിന്റെ ഹൈപ്പർട്രോഫിയാണ്. അതിനെയാണ് എന്ന് പറയുന്നത് മോണ്ട്ഗോമറീസ് ട്യൂബർക്കിൾസ് എന്ന് പറയുന്നത്. അടുത്തത് ക്ലോആസ്മ ഗ്രാവിഡാരം അല്ലെങ്കിൽ മെലാസ്മ എന്നും പറയും, വേറെ പേരും കൂടെ പറയും. അതും ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. പ്രഗ്നൻസിയിലെ മാസ്ക് അല്ലെങ്കിൽ മാസ്ക് ഓഫ് പ്രഗ്നൻസി എന്നും പറയും. സാധാരണയായിട്ട് 24th വീക്കിലാണ് ഇത് ഒബ്സർവ് ചെയ്യുന്നത്. മനസ്സിലാക്കുക, ഇത് ശരിക്കും പറഞ്ഞാൽ സ്കിന്നിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ ക്യൂട്ടേനിയസ് ചേഞ്ചസ്,
അതിന്റെ കാരണം ഈസ്ട്രജനും പ്രൊജസ്ട്രോണുമാണ്. പ്രധാനമായിട്ട് ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഇങ്ങനെ എലിവേറ്റ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് MSH, നമ്മുടെ ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിന്റെ അളവ് കൂടും. ഓക്കെ, MSHന്റെ അളവ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും മെലനോസൈറ്റ്, സ്കിന്നിലുള്ള മെലനോസൈറ്റ് മെലാനിൻ കണ്ടുമാനം സെക്രീറ്റ് ചെയ്യപ്പെടും. അപ്പൊ അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന പിഗ്മെന്റേഷനെയാണെന്ന് പറയുന്നത് ക്ലോസ്മ ഗ്രാവിഡാരം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് മുഖത്താണ് വരുന്നത്. ഫോർഹെഡിലും ചീക്സിലും നോസിലും പിന്നെ എന്താ പറയുന്നത് അറൌണ്ട് ദി ഐസ് ഒക്കെ പിഗ്മെന്റേഷൻ ഉണ്ടാവും. ഈ പിഗ്മെന്റേഷൻ കാര്യം മനസ്സിലാക്കുക, MSHന്റെ അളവ്, മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിന്റെ അളവ് ഈസ്ട്രോജന്റെയും പ്രൊജസ്ട്രോണിന്റെയും ഫലമായിട്ട് കൂടുകയും അതിലൂടെ മെലാനിന്റെ അളവ് കൂടിയിട്ട് പിഗ്മെന്റേഷൻ ഉണ്ടാകുന്നതിനാണ് എന്ന് പറയുന്നത് ക്ലോസ്മ ഗ്രാവിഡാരം എന്ന് പറയുന്നത്. എടുത്തു പറയേണ്ടതും ആവർത്തിക്കുന്ന ക്വസ്റ്റ്യനും മാസ്ക് ഓഫ് പ്രഗ്നൻസി എന്നാണ് അതിനെ മീൻസ് അതിന്റെ മറ്റൊരു പേര്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ചീക്സിലും നോസിലും പിന്നെന്താണ് ഫോർഹെഡിലും ഒക്കെ ആയിട്ടാണ് ഈ പിഗ്മെന്റേഷൻ വരുന്നത്. അടുത്തത് ലീനിയ നൈഗ്ര 20 വീക്സിലാണ് സാധാരണയായിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. അപ്പൊ ലീനിയ നൈഗ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, അതും ഇപ്പൊ നമ്മൾ പഠിച്ചതിന്റെ ബാക്കിയായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. എന്താ പറയുന്നത് MSHന്റെ അളവ് കൂടുന്നതുകൊണ്ട് തന്നെ മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിന്റെ അളവ് കൂടുന്നത് മൂലം മെലാനിൻ കൂടിയിട്ട് പിഗ്മെന്റേഷൻ ഉണ്ടാകുന്നതാണ് ഇത്. ഇത് മെയിൻ ആയിട്ട് നമ്മുടെ എന്താ പറയുന്നത് അബ്ഡോമിന് കുറുകയാണ് വരുന്നത്. മീൻസ് അബ്ഡോമിനില് വെർട്ടിക്കലായിട്ട് എന്താ പറയുന്നത് സ്റ്റേണത്തിന്റെ താഴെയുള്ള സിബി സ്റ്റേണം തൊട്ട് സിംഫയസിസ് പ്യൂബിസ് വരെയുള്ള ലെങ്തില് എന്താ പറയുന്നത് ബ്രൗണിഷ് ബ്ലാക്ക് കളർ ലൈൻസ് ആയിട്ട് വരും. അപ്പൊ അതിനെയാണ് എന്താ പറയുന്നത് മനസ്സിലാക്കുക. ഇതും ഈ പറഞ്ഞ പോലെ മെലാനിന്റെ അളവ് കൂടുതലുണ്ടെന്നത് പിഗ്മെന്റഡ് ലൈൻ ആണ്. അപ്പൊ എവിടെ തൊട്ട് എവിടെ വരെ എന്ന് ചോദിച്ചാൽ സിഫി സ്റ്റേണം തൊട്ട് സിംഫയസിസ് പ്യൂബിസ് വരെ ഉണ്ടാവും. അങ്ങനെ മിഡ് ലൈനിൽ അബ്ഡോമിനിൽ മിഡ് ലൈൻ ആയിട്ട് വരുന്ന എന്താ പറയുന്നത് ബ്രൗണിഷ് ബ്ലാക്ക് കളർ ലൈൻസിനെയാണ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡാർക്ക് ലൈൻസിനെയാണെന്ന് പറയുന്നത് ലീനിയ നൈഗ്ര എന്ന് പറയുന്നത്. ചോദിച്ചിട്ടുണ്ട്. അടുത്തത് സ്ട്രയാ ഗ്രാവിഡാരം. ഇത് പിഗ്മെന്റേഷൻ അല്ല, തെറ്റിദ്ധരിക്കരുത്. സ്ട്രയാ ഗ്രാവിഡാരം എന്ന് പറഞ്ഞാൽ സ്ട്രയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്ട്രെച്ച് മാർക്കാണ്. ഓക്കെ, അപ്പം ഇത് എന്താ സംഭവിക്കുന്നത്, എൻലാർജ്മെന്റ്, യൂട്രസ് മെയിൻ ആയിട്ട് എൻലാർജ്ഡ് ആവുന്നുണ്ടോ, അബ്ഡോമിൻ എൻലാർജ്ഡ് ആവുന്നുണ്ടോ ഒക്കെ ഉണ്ടാകുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ സ്കിന്ന് പൊട്ടിയിട്ട്, ക്യൂട്ടീസ് പൊട്ടിയിട്ട് അതിലുള്ള എലാസ്റ്റിക് ഫൈബേഴ്സ് പൊട്ടിയിട്ട് അവിടെ സ്കാർ ഉണ്ടാകുന്നതാണ്. ഓക്കെ, അതിനാണ് എന്ത് പറയുന്നത് സ്ട്രയാ ഗ്രാവിഡാരം എന്ന് പറയുന്നത്, സ്ട്രെച്ച് മാർക്സ് എന്ന് പറയും. പ്രഗ്നൻസി കഴിയുമ്പോൾ അത് കുറച്ച് വൈറ്റ് കളർ ആയിട്ട് മാറാനാണ് സ്ട്രയ ആൽബിക്കൻസ് എന്നും പറയുന്നത്. പ്രഗ്നൻസിക്ക് ശേഷം, പ്രഗ്നൻസി സമയത്താണെങ്കിൽ അതിനെ സ്ട്രയ ഗ്രാവിഡാരം എന്ന് പറയും. കൂടുതലായിട്ട് ഈ പറഞ്ഞ പോലെ അംബിലിക്കസിന് താഴെ ലോവർ അബ്ഡോമിനൽ പാർട്ടിലും തൈസിലും ബ്രസ്റ്റിലും ഒക്കെ ഇങ്ങനെയുള്ള സ്ട്രെച്ച് മാർക്കുകൾ കാണാൻ സാധിക്കും. അതിനാണ് എന്ന് പറയുന്നത് സ്ട്രയ ഗ്രാവിഡാരം എന്ന് പറയുന്നത്. മാറിപ്പോരുത്, പിഗ്മെന്റേഷന് ലീനിയ നൈഗ്ര എന്നും ഈ പറഞ്ഞ പോലെ സ്ട്രെച്ച് മാർക്സിന് നമ്മൾ സ്ട്രയ ഗ്രാവിഡാരം എന്നും വിളിക്കും. അടുത്തത് ക്യുക്കനിങ്. ക്യുക്കനിങ് സാധാരണയായിട്ട് പ്രൈമറിയിൽ 18 ലും 20 ആഴ്ചക്കിടയ്ക്കും, മൾട്ടിയിൽ 16 ആഴ്ചയിലുമാണ്. അപ്പൊ ഒരു ആവറേജ് ഒരു 16 തൊട്ട് 18 ആഴ്ച പറയാൻ സാധിക്കും. കാരണം അത് ചിലപ്പം എക്സാക്ട് ആയിട്ട് ചോദിക്കാതെ ക്യുക്കനിങ് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഒരു 16 to 18 വീക്ക് പറയാൻ സാധിക്കും. ക്യുക്കനിങ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ആക്റ്റീവ് ഫീറ്റൽ മൂവ്മെന്റ്സ് പെർസീവ്ഡ് ബൈ ദി മദർ. അമ്മയ്ക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ ഫീറ്റൽ മൂവ്മെന്റ്സ് ഉണ്ടാകുമ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത് ക്യുക്കനിങ് എന്ന് പറയുന്നത്. ചോദിക്കാം, പ്രത്യേകിച്ച് അത് ഏത് ആഴ്ചയിലാണെന്നൊക്കെ ചോദിക്കാം. 16 to 18 വീക്സിലാണ്. സംഭവം ഇത്രയേ ഉള്ളൂ. ഫീറ്റൽ മൂവ്മെന്റ്സ് പെർസീവ്ഡ് ബൈ മദർ, അതിനാണ് എന്ത് പറയുന്നത് ക്യുക്കനിങ് എന്ന് പറയുന്നത്. അടുത്തത് ലൈറ്റനിങ്. ലൈറ്റനിങ് എന്ന് പറഞ്ഞാൽ വെൽക്കം സൈൻ ഓഫ് ബേബി എന്ന് പറയും. ഓക്കെ, അങ്ങനെ ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. വെൽക്കം സൈൻ ഓഫ് ബേബി എന്ന് പറയുന്നത് ലൈറ്റനിങ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഇത് എൻഗേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ ലേബർ സ്റ്റാർട്ട് ചെയ്യുന്നത് കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ്, പ്രിയോർ ടു ഓൺസെപ്റ്റ് ഓഫ് ലേബർ ആണ് സാധാരണയായിട്ട് ലൈറ്റനിങ് വരുന്നത്. ലൈറ്റനിങ് എന്ന് പറഞ്ഞാല് ഫണ്ടൽ ഹൈറ്റ് കുറയും, അതിനെയാണെന്ന് പറയുന്നത് ലൈറ്റനിങ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പ്രസന്റിംഗ് പാർട്ട് പെൽവിസിലോട്ട് ഇറങ്ങുമ്പോൾ, എൻഗേജ് ആകുന്ന സമയത്ത്, താഴോട്ട് ഇറങ്ങുന്ന സമയത്ത് അതിന്റെ സാധാരണയായിട്ട് താഴോട്ട് ഇറങ്ങുമ്പോഴത്തെ അതിന്റെ ലെങ്ത് കുറയുമല്ലോ, എന്ന് വെച്ചാൽ അതിന്റെ ഹൈറ്റ് കുറയും. എന്നുവെച്ചാൽ ഫണ്ടൽ ഹൈറ്റ് കുറയും, താഴോട്ട് കുറയും. തന്നെ അല്ല ഒരു സൈഡിലോട്ട് അത് ചരിയുകയും ചെയ്യും. ഇതിന്റെ ഫലമായിട്ട് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അതുവരെ നേരെ മനസ്സിലാക്കുക, ഡയഫ്രത്തിനെ മുകളിലോട്ട് എന്താ പറയുന്നത് തള്ളി നിർത്തിയേക്കായിരുന്നു. അതിന്റെ ഫലമായിട്ട് നമുക്കറിയാം പ്രഗ്നൻസിയിൽ മദറിന് കാർഡിയോപൾമണറി എംബ്രാസ്മെന്റിന്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുന്നത്, ഹാർട്ട് കുറച്ച് മുകളിലോട്ടും സൈഡിലോട്ടും നീങ്ങും, ലങ്സ് മുകളിലോട്ട് നീങ്ങും. അതിന്റെ ഫലമായിട്ട് ബ്രീത്തിങ്ങിന് വിഷയം എന്ന് വെച്ചാൽ ശ്വാസം മുട്ടലും പാൽപിറ്റേഷനും കാര്യങ്ങളും ഒക്കെ സാധാരണയായിട്ട് ഈ സമയത്ത് ലേബറിന് മുമ്പായിട്ട് ഉണ്ടാകാറുള്ളതാണ്. അപ്പം പെട്ടെന്ന് ഇത് താഴോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് പ്രസന്റിംഗ് പാർട്ട് എൻഗേജ് ആകുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ എന്താ പറയുന്നത് ട്രൂ പെൽവിസിലോട്ട് സിങ്ക് ആകുമ്പോഴത്തേക്ക്, താഴോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ആ ഹൈറ്റ് കുറയുമ്പോൾ, അല്ലെങ്കിൽ ആ ഡയഫ്രത്തിൽ നിന്നുള്ള പിടി അങ്ങോട്ട് താഴോട്ട് വിടുമ്പോഴത്തേക്ക് ഒരു റിലീഫ് ഫീലിംഗ് ഉണ്ടാവും. ആ കാർഡിയോപൾമണറി എംബ്രാസ്മെന്റ് അങ്ങ് വിടും, അല്ലെങ്കിൽ ആ
മീൻസ് ആ പാൽപിറ്റേഷനും ഡിസ്നിയും കാര്യങ്ങളൊക്കെ റിലീഫ് ആവും. കാര്യം മനസ്സിലായോ? ആ ഒരു സംഭവം, ആ എന്താ പറയുന്നത്, ആ ഒരു റിലീഫ് ഫീലിംഗ്, അതിനെയാണ് എന്ത് പറയുന്നത്, ലൈറ്റനിങ് എന്ന് പറയുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താ പറയുന്നത്, ഫണ്ടൽ ഹൈറ്റ് പെട്ടെന്ന് കുറയും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പ്രസന്റിംഗ് പാർട്ട് പെൽവിസിനകത്തോട്ട് സിങ്ക് ആവുന്നതുകൊണ്ടാണ്, എൻഗേജ് ആവുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പം കഴിഞ്ഞിട്ടില്ല, ഇനിയും ഒരുപാട് ടെർമിനോളജീസ്, ഇമ്പോർട്ടന്റ് ടെർമിനോളജീസ് ഒപിജിയിൽ ബാക്കിയുണ്ട്. അത് നമുക്ക് മുന്നോട്ട് സൈക്കാട്രിക് ടെർമിനോളജീസ് ചെയ്ത പോലെ തന്നെ പാർട്ടുകളായിട്ട് ഒരു സൈഡിൽ മുന്നോട്ട് പോട്ടെ. അതിന്റെ കൂട്ടത്തിൽ ഞാൻ ടോപ്പിക്കുകൾ എടുക്കും. നമ്മൾ കുഷിംഗ് സിൻഡ്രോം ലാസ്റ്റ് പഠിച്ചു തീർത്തിട്ട് ഞാൻ പറഞ്ഞായിരുന്നു അഡീസൺ ഡിസീസ് എടുക്കുന്നു. അപ്പൊ നമുക്ക് അടുത്തതായിട്ട് ഇനി അഡീസൺ ഡിസീസ് ചെയ്യാം. പിന്നെ ഇങ്ങനെ ആൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് ടെർമിനോളജീസും കാര്യങ്ങളും കൊണ്ടുപോകാം, അതിന്റെ കൂട്ടത്തിൽ കണ്ടീഷൻസും കൊണ്ടുപോകാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, മെമ്പേഴ്സ് ഉള്ളിൽ പലർക്കും ജോയിൻ ചെയ്യാൻ ഇപ്പോഴും പറ്റുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ജോയിൻ ചെയ്യുന്നതിന് അസിസ്റ്റൻസ്, എന്തെങ്കിലും മീൻസ് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക.